നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയിൽ രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെക്കുവാണ്. പിന്നീട് രവീന്ദ്രനെ സച്ചി എല്ലാവരെയും കൂടെ വിളിച്ചു. ആ സമയം സച്ചിക്ക് ഒരു കോൾ വരുന്നത്. സച്ചി ഫോൺ വിളിച്ചോണ്ട് അവിടെ നിൽക്കുവാണ്. ആ സമയം രവീന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഫോണൊക്കെ പിന്നെ സംസാരിക്കാം, ഇപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി വന്ന് നോക്കി. എന്നിട്ട് ഇതെന്താടി ഈ ദോശയ്ക്ക് ഒരു കളർ മാറ്റം? അതെ, സ്പെഷ്യൽ ദോശ എന്ന് പറയാണ്. സ്പെഷ്യൽ ദോശ? അതെന്ത് ദോശ? രവീന്ദ്രൻ പറഞ്ഞു, അതെ, പയറൊക്കെ അരച്ചു ചേർത്ത് നല്ല രുചിയാ, നീ ഒന്ന് കഴിച്ചു നോക്ക്. നിനക്കെന്താടി എന്നും ഉണ്ടാക്കുന്ന പോലത്തെ ആഹാരം ഉണ്ടാക്കിയ പോരെ? സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഞങ്ങളെ പരീക്ഷണം നടത്തേണ്ട കാര്യമുണ്ടോ? ചന്ദ്രേ, നീ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറ. വെറുതെ അവളുടെ തലയിലേക്ക് കയറാൻ ചെല്ലല്ലേ. അവൾക്ക് എപ്പം നോക്കിയാലും രേവതി എന്തേലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. പട്ടിയോട്ട് പുല്ല് തെന്നുമല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞോളാം അവള്. അവൾ എന്തെങ്കിലും എന്തേലും ചെയ്യുവോ? അതൊട്ടില്ല താനും. ഓ, രവിയേട്ടൻ എന്ത് പറഞ്ഞാലും അവളുടെ സൈഡാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കഴിക്കാൻ തുടങ്ങി. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല എന്നർത്ഥം അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോഴേക്കും വർഷ ശ്രീകാന്തും കൂടെ വന്നു. ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതെന്താ ചേച്ചി സ്പെഷ്യലായിട്ട് എന്തൊക്കെയാന്ന് തോന്നല്ലോ. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ആ, എനിക്കറിയാം, ഈ ദോശ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം. നല്ല രുചിയുള്ള ദോശയാ. ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നേ. ആ സമയം രേവതി സച്ചിയായിട്ട് ഇരിക്കുക, ഞാൻ എടുത്തു തരാമെന്ന് പറയാണ്. നീ അത് പ്ലേറ്റിൽ എങ്ങാന്ന് ഞാൻ കഴിച്ചോളാന്ന് പറയാണ്. അവിടെ ഇരുന്നില്ല, ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം ഫോൺ ചെയ്തോണ്ടിരിക്കുക. രേവതി കൊണ്ടേ കൊടുത്തു. സച്ചി അത് കഴിക്കുന്നല്ലാതെ ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല. രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് സച്ചിയായിട്ട് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. രേവതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ സമയത്ത് സച്ചി ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചിരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ നല്ലതാണോ ചീത്തയാണോ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ. ഇടയ്ക്ക് രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, കുറച്ച് ചമ്മന്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. രേവതി പ്രതീക്ഷയോടെ ചമ്മന്തിയെ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് നോക്കി നിൽക്കുവാണ്. ഇപ്പോഴെങ്കിലും സച്ചേട്ടന് ഒരു നല്ല വാക്ക് പറയുമെന്ന് കരുതിയിട്ട് ഇല്ല, ഇത്രയും നല്ലൊരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല. അതൊക്കെ ഓർത്തിഞ്ഞപ്പോ രേവതിക്ക് നല്ല സങ്കടവും ദേഷ്യമായി. ആ സമയത്താണ് ശ്രുതിയും കൂടെ അങ്ങോട്ട് കഴിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് രേവതി ചോദിച്ചു, ദോശ എടുത്ത് തരട്ടേന്ന് ചോദിക്കാം. എടുത്തു തരാൻ പറയണ. അങ്ങനെ ശ്രുതി കഴിച്ചിട്ട് പറഞ്ഞു, കൊള്ളാല്ലേ ശ്രുതി, നല്ല രുചിയുണ്ടല്ലേ എന്ന് ചോദിക്കുക. രുചിയുണ്ടെന്ന് പറയാ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ല ശ്രുതിക്ക് ഇനി ദോശ വേണോ അതോ ഇനിയിപ്പോ വല്ല ABC ജ്യൂസ് വല്ലതാണോ കുടിക്കണേ? ഞാനിത് കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി ഇരുന്ന് കഴിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും ചേച്ചിയുടെ ഈ റെസിപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു പറയണം. വർഷ പറഞ്ഞു, വേണ്ട വേണ്ട, ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കണ്ട ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ ഡിമാൻഡ് പോവും. ഇവനെ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിയുമ്പോൾ ചേച്ചി മെയിൻ ഷെഫായിട്ട് അങ്ങോട്ട് പോയാൽ മതി. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഹോട്ടൽ നല്ല ഹിറ്റ് ആവുന്നുള്ള കാര്യം എനിക്കറിയാം. ചേച്ചിയുടെ കൈപ്പുണ്ണ് ഉഗ്രം തന്നെയല്ലേ. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്കൊന്നും ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. കാരണം രേവതിയെ പുകഴ്ത്തി പറയുന്ന ചന്ദ്രമതിക്ക് പണ്ടുള്ള ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ആ സമയം സച്ചി കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് രേവതിയുടെയിലേക്ക് കൊടുത്തു. രേവതിക്ക് ഭയങ്കര വിഷമമായി. സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ലോ എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നേ. താൻ തന്റെ കൂട്ടുകാരി ചേച്ചിമാരോടൊക്കെ പറയുകയും ചെയ്തു, താൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സച്ചിയാണ് അതിനെ പുകഴ്ത്തി പറയുന്നൊക്കെ. അല്ലെങ്കിലും താൻ എന്തുണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറയുന്ന ഇന്ന് മാത്രം ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ താൻ നാണം കിട്ടുപോലോ എന്നൊരു ചിന്തയൊക്കെ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ രേവതി ഒരു പന്തയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ കൂട്ടുകാരി ചേച്ചിമാരുമായിട്ട്. എല്ലാ ആണുങ്ങളെ പോലെയൊന്നുമല്ല, താൻ എന്ത് ആഹാരം ഉണ്ടാക്കി കൊടുത്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് സച്ചിയുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യുമെന്ന്. അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് രേവതിക്ക് വിഷമമായത്. പിന്നീട് ശ്രുതിയും കൂടെ ഷോപ്പിലേക്ക് വന്നു. അതിനുശേഷം അവിടെ വന്ന് ശ്രുതി എന്ത് ചെയ്ത കസ്റ്റമറൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്താണ് ശ്രുതിക്ക് കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യമാണ് വിളിക്കണേ. അമ്മയുടെ ഫോണിൽ നിന്ന് ആദ്യം വിളിക്കുന്നതാണ്. അങ്ങനെ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, അമ്മ എന്നാ വരുന്നതെന്ന് ചോദിക്കുക. ഞാൻ വരാം അമ്മ, എൻ്റെ ബർത്ത്ഡേ അമ്മ മറന്നു പോയിട്ടില്ലോ, അതെനിക്ക് മറക്കാൻ പറ്റുമോ? നീ പറഞ്ഞില്ലേലും ഞാൻ അതൊക്കെ ഓർത്തിരിക്കുമെന്ന് പറയണം. ആ സമയത്ത് ആദ്യം പറഞ്ഞു, അതെനിക്ക് അമ്മമ്മ ഡ്രസ്സ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞായിരുന്നു പുതിയത്, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് എൻ്റെ അമ്മ മേടിച്ചു തന്നാ മതി. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്രയും കാലം ഞാൻ ആന്റിന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ, എൻ്റെ അമ്മയായില്ലേ. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാലോ എൻ്റെ അമ്മ വാങ്ങി തന്ന ഡ്രസ്സാന്ന്. ശരി, സമ്മതിച്ചു. നിനക്ക് എന്ത് ഡ്രസ്സാ വേണ്ട? എനിക്ക് കോട്ടും സ്യൂട്ടും പിന്നെ ഷൂ ഒക്കെ വേണം. ശരി,
ഏത് കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ വാങ്ങിയാൽ മതി എന്ന് പറയാ. എന്നാൽ ശരി ഞാൻ വരാട്ടോ, ഉറപ്പായിട്ട് ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ശ്രുതി വന്നിട്ടിച്ചു. അല്ല, ആരോട് വരുന്ന കാര്യമോ പറഞ്ഞേ? ഒരു നിമിഷം ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. അത് പിന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പം അതിനെന്നെ വിളിച്ചായിരുന്നു. അപ്പം അതിന് ചെല്ലുന്ന കാര്യം പറഞ്ഞാ. ഓ ശേ, എനിക്കാണ് നല്ല സങ്കടം വരുന്നുണ്ട് ശ്രുതി എന്ന് ശ്രുതി പറഞ്ഞു. അതെന്താ? നമ്മൾ രണ്ടുപേരും ഇതുവരെയായിട്ടും ഒരിടത്തും പോയിട്ടില്ലോ, ഒന്ന് എൻജോയ് ചെയ്തിട്ടില്ലോ. കല്യാണത്തിന് ശേഷം ഗോവയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്ന അത് നടന്നില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്ക് എവിടെയെങ്കിലും പോവാം. അതിപ്പം എവിടെ പോകാനായിട്ടാ? ശ്രുതിനെ ആരിൽ എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി പോകണം. എന്നെ ആര് ഫംഗ്ഷന് വിളിക്കാനായിട്ടാ? എനിക്ക് അങ്ങനെ അധികം പരിചയക്കാരൊന്നും ഇല്ലല്ലോ. നമുക്ക് രണ്ടുപേർ കൂടെ എവിടെയെങ്കിലും തനിച്ചു പോവാം. ശരി, ഒരു കാര്യം ചെയ്യുക, ശ്രുതി പ്ലാൻ ചെയ്യുക, നമുക്ക് പോയേക്കാന്ന് പറയണം. പിന്നെ ഇപ്പൊ തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറയണം. ശരി, സമ്മതിച്ചു. എനിക്കാണ് ഇവിടെ ആകെപ്പാടെ പേടിയാ. നിനക്കറിയാലോ ശ്രുതി, ആ ഭീഷണിക്കത്ത് വന്നതിന് ശേഷം ഓരോ ദിവസം ഞാൻ പേടിയോട് കൂടിയിട്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതിനകത്തുനിന്നൊക്കെ ഒരു സമാധാന സന്തോഷം കിട്ടാൻ വേണ്ട എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് പറഞ്ഞേ. ശ്രുതി പറഞ്ഞു പോകാം, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഇപ്പോഴെന്താണ് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം രേവതി തന്റെ കൂട്ടുകാരി ചേച്ചിമാരുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അവരോട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാ പുരുഷന്മാരും ഒരേപോലെ തന്നെയാ. അവര് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നിയേ പറയും നല്ലതെന്ന് പറയും. ഇച്ചിരി ഉപ്പ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചീത്തയോട് ചീത്ത തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു വ്യത്യാസമില്ല. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് രേവതിയോട് ഒരു നല്ല വാക്കെങ്കിലും സച്ചി പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോഴേക്കും അടുത്തയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രേവതിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ തരാം. രേവതി ഇപ്പൊ സച്ചിയോട് വിളിച്ചു ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നത് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, ലൗഡ് സ്പീക്കർ ഇടണ ഫോണെന്ന് പറയണം. രേവതി സമ്മതിച്ചു. അങ്ങനെ സച്ചിയെ വിളിക്കണം. അപ്പൊ സച്ചി ഓട്ടം പോയിക്കൊണ്ടിരിക്കുക, ആളെ പിക്കപ്പ് ചെയ്യാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രേവതി വിളിക്കുന്നത്. എന്താ രേവതി? അതെ, രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഓ, ഇപ്പൊ അത് പറയാനാണോ നീ ഇത്ര വിഷമിച്ച് വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ സച്ചിയേട്ടൻ ദേ ഞാനാണെങ്കിൽ ധൃതി പിടിച്ചൊരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്കാ നീ ഇത് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് ചോദിച്ചു. അല്ല സച്ചേട്ടാ, അത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഓ, എന്ത് സ്പെഷ്യലായിട്ടാണെങ്കിൽ എന്താ, എനിക്ക് ഉപ്പാവില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് നീ ദോശ ഉണ്ടാക്കി തന്നു, അത്രയല്ലേ ഉള്ളൂ. ശരി ശരി, വെക്കെന്ന് പറഞ്ഞ് ധൃതിക്ക് അങ്ങോട്ട് വെച്ചു. രേവതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ കൂട്ടുകാരി ചേച്ചിമാരൊക്കെ രേവതിയെ കളിയാക്കി. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാ ആണുങ്ങളും ഇതുപോലൊക്കെ തന്നെയാ എന്ന് പറഞ്ഞു. രേവതി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. രേവതി പറഞ്ഞു, സച്ചേട്ടനെ ജോലി തിരക്കിലായതുകൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ ഒരു സച്ചേട്ടൻ വന്നിരിക്കുന്നു, മീനെടുത്ത് കിടന്ന് നീ ഇനി ഉരുളുണ്ടെന്ന് പറയണ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, വെറ്റ് വെച്ച 50 രൂപയല്ലേ, എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് 50 രൂപ എടുത്തു കൊടുത്തു. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറയണ. കണ്ടില്ലേ, സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് എത്ര വിഷമാന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു, എനിക്ക് എന്റെ സച്ചേട്ടനെ അറിയാം, എല്ലാ പുരുഷന്മാരും കൂട്ടല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ഇതേ സമയം ചന്ദ്രമതി ഭാമയെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കാണ് ഇപ്പൊ ആ വീട്ടിലേക്ക് പോകാൻ പോലും തോന്നില്ല, അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ ചന്ദ്ര അങ്ങനെ പറയണേ? എല്ലാവർക്കും ഭ്രാന്താന്ന് തോന്നേ. സുധിയാണെങ്കിലോ 7 ദിവസം ധരിക്കാനായിട്ട് 7 കളറുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു, എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവനെ ആരോ കൊല്ലാൻ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. സച്ചിയാണെങ്കിലോ ഒരു കുടിക്കൊക്കെ മേടിച്ചോണ്ടെന്ന് അതിനകത്ത് പൈസ ഇട്ടുകൊണ്ടിരിക്കുക, മുറി പണിയാനെന്നും പറഞ്ഞിട്ട്. പിന്നെ വർഷനെ എനിക്കാണ് കണ്ണെടുത്താൽ കാണത്തില്ല, എന്തൊരു അഹങ്കാരം ചാടേ അവൾക്ക് പൈസ ഉള്ളതിന്റെ. പിന്നെ ഒരുത്തിയുണ്ട് പൂകെട്ടുന്നവള്, അവളുടെ വിചാരം അവളാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന്. ഒന്നും പറയണ്ട, ആകെപ്പാടെ ഒരു ഭ്രാന്ത് പിടിച്ച കുടുംബം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഭാമ പറഞ്ഞു, അതെ നീ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നുണ്ടാ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ. ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈച്ചയെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇങ്ങോട്ടേക്ക്? ഞാൻ ആകെപ്പാടെ വല്ലാതിരിക്കുക, നിനക്കത് മനസ്സിലാകുന്നില്ലേ? ചന്ദ്രേ, അത് നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി? കുട്ടികൾ ആരെങ്കിലും വന്നല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ട് ഇത്ര നാളായി, ഏതെങ്കിലും കുട്ടികൾ വന്നോ? അതിന് ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ പുതിയ സിം കാർഡൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേനും ഇത്ര നാളത്തേക്ക് നെറ്റ് ഓഫറൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കിട്ടത്തില്ലേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അങ്ങനെ ഒരു ഓഫർ ഇട്ടാലോ? ഓഫറോ? എന്ത് ഓഫർ? അതൊക്കെ ഉണ്ട് എടി. ഓഫർ എന്ന് പറയുമ്പോൾ വെറുതെ അല്ല, അറിയാലോ, നമ്മളങ്ങനെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടണ്ടേ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഞാൻ പറയാം, ആദ്യം തുടങ്ങുന്ന ആദ്യത്തെ മാസം ഫീസ് വേണ്ടാന്ന് പറയാം. എങ്ങനെയുണ്ട്? ഫീസ് വേണ്ടാതെ വെറുതെ പഠിപ്പിക്കാനോ? എനിക്കെന്നെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ചന്ദ്രേ, നിനക്കാണെങ്കിൽ ഇവിടെ ഇപ്പം വാടക കൊടുക്കണ്ട, കറണ്ട് ബില്ല് അടയ്ക്കണ്ട, ഒന്നും വേണ്ട. അതല്ലേ ഇവിടുത്തെ എന്റെ വീട്ടിൽ വെച്ചല്ലേ നടത്തുന്നേ. അപ്പൊ പിന്നെ നിനക്ക് ലാഭമല്ലേ? എന്ത് ലാഭം? അതിന് വേറൊരു മാർഗം കാണാം. ഫീസല്ലേ നമുക്ക് ഒരു മാസം മേടിക്കേണ്ടാത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഈ ഭരതനാട്യത്തിനൊക്കെ അതിന് പ്രത്യേക ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂണിഫോം ഉണ്ടല്ലോ. നീ ഒരു കടയിൽ പോയി, വലിയൊരു കടയിൽ പോയി അത്യാവശ്യം ബൾക്കായിട്ട് കുറച്ച് യൂണിഫോം അങ്ങോട്ട് മേടിക്കണം. വരുന്ന കുട്ടികളോട് പറയണം, ഫീസ് ഒരു മാസം തരണ്ട, പക്ഷേ ഈ യൂണിഫോം വേണമെന്ന് പറയണം. എങ്ങനെയുണ്ട്?
കുട്ടികളൊക്കെ പൈസ മേടിച്ച് യൂണിഫോം മേടിച്ചോളും. അപ്പൊ നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് മേടിച്ചിട്ട് കൂടിയ പൈസയ്ക്ക് ഇവർക്ക് കൊടുക്കാം. അപ്പൊ ആ ഒരു മാസത്തെ ഫീസ് നമുക്ക് നമ്മുടെ കയ്യിലും കിട്ടും. എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. നീ ആള് കൊള്ളാലോ ഭാമേ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നിന്റെ ബുദ്ധി അപഹാരം തന്നെ എന്നൊക്കെ പറഞ്ഞു. എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ ഭാമേ? ഇപ്പോഴോ? അതേന്നേ, ഇന്നൊരു നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പോയി കണ്ടിട്ട് നോക്കുക. ആ, ഇന്ന് നല്ല ദിവസമാണ്, നമുക്ക് ഇന്ന് തന്നെ പോവാം. ഒരു കാര്യങ്ങളും നമ്മൾ മുടക്കം വരുത്തിക്കൂടാ. ഇന്ന് തന്നെ പോയി യൂണിഫോം ഒക്കെ മേടിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ വരും. എനിക്ക് സന്തോഷമായി എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരുവാണ് ആദ്യക്കുള്ള ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങാനായിട്ട്. അവന് കോട്ട് സ്യൂട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അങ്ങോട്ട് കയറി വന്നിട്ട് അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, എന്താ മാഡം വേണ്ടേ? അതെ, കുട്ടികൾക്കുള്ള ഡ്രസ്സ് എവിടെയെന്ന് ചോദിക്കുക. അത് കുറച്ച് ഇപ്പറയുണ്ട് ഉണ്ട് മാഡം, ഇങ്ങോട്ട് വരാൻ പറയണം. അല്ല, എത്ര വയസ്സുള്ള കുട്ടിയാ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാ, 7 വയസ്സുണ്ടെന്ന് പറയണം. കോട്ട് സൂട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് പോയി കോട്ട് സൂട്ടും ഒക്കെ സെലക്ട് ചെയ്യുവാണ്. ഈ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ഭരതനാട്യത്തിനുള്ള യൂണിഫോം എടുക്കാൻ വന്ന. അങ്ങനെ വന്ന യൂണിഫോത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചന്ദ്രമതിയും ഭാമയും ഒരു സ്റ്റാഫും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ സെലക്ട് ചെയ്യിക്കുവാണ്. ഈ സമയം ശ്രുതിയുടെ ഫോണിലേക്ക് ആദ്യം വിളിക്കുവാണ്. അമ്മ എനിക്ക് വാങ്ങിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രുതി ഓരോ കളറെ കാണിച്ചു കൊടുത്തു. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ ഇഷ്ടം നോക്കി എടുത്താൽ മതി എന്നൊക്കെ ആദ്യം പറഞ്ഞു. അല്ല, മോന് ഇഷ്ടപ്പെട്ട ഏതാ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ. അമ്മയുടെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതി ഒരെണ്ണമൊക്കെ സെലക്ട് ചെയ്തു. ആ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ യൂണിഫോം ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഭാമയോട് ചോദിച്ചു, അല്ല, ഇത്ര വില കൂടി ഇതൊക്കെ മേടിക്കേണ്ട കാര്യമുണ്ടോ? അതിനെന്താ ചന്ദ്രേ, നമ്മൾ ഇതിനേക്കാളും ഡബിൾ ഇരട്ടി വിലക്കല്ലേ കൊണ്ട് അവർക്ക് കൊടുക്കുന്നേ. അപ്പൊ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയാ. നിന്നെ വിശ്വസിച്ച ഭാമ ഞാനിതൊക്കെ ചെയ്യുന്ന അറിയാലോ. പിന്നെ അതിനിപ്പോ എന്താ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. ആ സമയം കോട്ട് സൂട്ടും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് നേരെ കൗണ്ടറിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രുതി പൈസയെ കൊടുക്കണല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പോഴാണ് ചന്ദ്രമതി ശ്രുതിയെ കാണുന്നത്. ദേ, ശ്രുതി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാമേനും കൂട്ടി ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വെല്ലുവാണ്. ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദൈവമേ, പെട്ടുപോയോ? താൻ എടുത്ത ഡ്രസ്സൊക്കെ ഇനി ഇവരെ കണ്ടോണ്ടെ പണി പാടില്ലോ, താൻ പിടിക്കപ്പെട്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുക. എന്തേലും കള്ളത്തരം പറയാതെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നാളത്തെ വിശേഷം വന്നു കഴിയും പറയാം എന്തൊക്കെയാവും എങ്ങനെയാവുമെന്ന്, ശ്രുതിയുടെ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടുമെന്ന്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.